ഗൈസ്, അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ കണ്ടാലോ? അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോഴാണ് കേട്ടോ എൻ്റെ മുഖത്ത് ഇത്രയും വലിയൊരു കുരുണ്ടെന്ന് ഞാൻ കണ്ടത്. കോഴിമുട്ട, പാൽ, ഈ വക സാധനങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇത്രയും വലിയ ചക്ക പോലത്തെ പിമ്പിൾസ് വരാറുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ വീട്ടിൽ ആരൊക്കെ വന്നിക്കണെന്ന് നോക്കിയാൽ ഗൈസ്, ഷീനു വന്നിട്ടുണ്ട്, ഐദീമോ വന്നിട്ടുണ്ട്, അവരെ മടിയിൽ നമ്മൾ ഇസുട്ടാപ്പ് ഇരിക്കുന്നുണ്ട്. ഇവർ ഇന്നലെ രാത്രി വന്നതാണ് കേട്ടോ ഗൈസ്. ഇന്ന് രാവിലെ ആയപ്പോൾ ഷെരീഫ് പോയിട്ടുണ്ടായിരുന്നു, കാരണം അവനക്ക് ജോലി ഉണ്ടല്ലോ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഈ ഒരുങ്ങി പിടിച്ചിരിക്കുന്നത് ഞങ്ങളൊരു സ്ഥലം വരെ പോകാനാണ് കേട്ടോ. അപ്പോൾ ഇസുട്ടാ പിന്നെ ഇങ്ങനെ നോക്കുക എന്താ സംഭവം എന്നറിയില്ല. ഇനി എൻ്റെ മുഖത്ത് ആ ചക്ക പോലത്തെ പിമ്പിൾസ് കണ്ടിട്ടാണോ എന്നറിയില്ല, എന്നെ വല്ലാതെ അവൻ നോക്കുന്നുണ്ട്. ഇന്ന് രാവിലെ തൊട്ടിട്ട് ഇമാതിരി നോട്ടം തന്നെ ഉണ്ടാവൻ, എന്തോ കാണാത്തത് കണ്ട പോലത്തെ ഒരു നോട്ടം ഉണ്ടാവില്ല, അതേപോലെ ഉണ്ടാവും നോക്കണത്. ഞങ്ങൾ ബസ്സിലാണ് കേട്ടോ ഗൈസ് പോയോണ്ടിരിക്കണത്. അപ്പോൾ ഞങ്ങളിപ്പോൾ പോണത് ഉമ്മമാൻ്റെ അടുത്തേക്കാണ്. ഉമ്മ 2 ദിവസമായിട്ട് വയ്യാതിരിക്കുകയാണ് കേട്ടോ ഗൈസ്. ഉമ്മ മീൻസ് എൻ്റെ ഉമ്മയുടെ ഉമ്മയാണ് കേട്ടോ ഗൈസ്. അങ്ങനെ ഞങ്ങളവിടെ എത്തിയപ്പോൾ ഉമ്മ ഞങ്ങളെക്കാട്ടി ഉഷാറായിട്ടിരിക്കുന്നുണ്ട്, മാഷാ അല്ലാ. ഉമ്മമാൻ്റെ വയ്യായൻ്റെ കാര്യം അന്വേഷിക്കാൻ പോയാൽ ഞങ്ങളടുത്ത് ഉമ്മമ്മ ഇങ്ങോട്ടാണ് ചോദ്യങ്ങളൊക്കെ ചോദിക്കണത്. എന്താണ്, ആകെ ക്ഷീണിച്ച് പോയില്ലോ, എന്താ ഒന്നും തിന്നാറില്ലേ, എന്താ കോലെങ്ങനെ, എന്താണ് വടിമ തുണി ചുറ്റിയ പോലെ, എന്താ കുട്ടി ഇങ്ങനെ കരയണ്, കുട്ടിക്ക് എന്താ അത്ര വാശി, കുട്ടിക്ക് തിന്നാൻ കൊടുക്കലില്ലേ, വിശന്നിട്ടാവും, ഈ വക കാര്യങ്ങളാണ് ഗൈസ് ഉമ്മമ്മക്ക് അറിയേണ്ടത്. അങ്ങനെ ഉമ്മമ്മയുടെ ചോദ്യങ്ങൾക്കൊക്കെ ഉള്ള ഉത്തരം കൊടുത്തിട്ട് ഞങ്ങളിതാ ഇപ്പോൾ ഞങ്ങളെ പഴയ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിവിടെ ഒരു റെൻറ്റിന് വീട് കൊടുത്തിട്ടുണ്ടെന്ന് ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞ് ഞങ്ങൾ ബോറടിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ ഇനി അതിനെപ്പറ്റി പറയണില്ല. അങ്ങനെ ഞങ്ങൾ അവിടുന്നും അവരൊക്കെ കണ്ട ശേഷം വന്നിട്ട് ഒരു കഫേയിൽ കയറി കുത്തിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും പോയോടത്തുനിന്നൊന്നും തിന്നാൻ കിട്ടിയില്ലേന്ന്. പോയോടത്തുനിന്നൊക്കെ തിന്നാൻ കിട്ടി ഗൈസ്. എന്നാലും ഒരു രസത്തിന് ഷീനു വന്നതല്ലേ വെച്ചിട്ട് ഞങ്ങൾ കയറിയതാണ് കേട്ടോ. അപ്പം നമ്മൾ ലാസ്റ്റ് ഓർഡർ ചെയ്ത സാധനമാണ് കേട്ടോ ഫസ്റ്റ് വന്നിക്കണം. ഗ്രീൻ ആപ്പിളിൻ്റെ ഒരു മൊജിറ്റോയും പിന്നെ അവിൽ മിൽക്കും ആയിരുന്നു കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഫസ്റ്റ് ഓർഡർ ചെയ്ത സാധനം ലാസ്റ്റാണ് ഗൈസ് വന്നിക്കണം. ഒരു പെരിൻ്റെ പിസ്സയും ചിക്കൻ ലോഡഡ് ഫ്രൈസും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഉള്ളത് പന്നിത്താടൻ ഡേസി കുപ്പയിലാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ലോഡഡ് ഫ്രൈസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഫ്ലോപ്പായിരുന്നു ഗൈസ്. കാരണം ചിക്കൻ ലോഡഡ് ഫ്രൈസ് എന്നും പറഞ്ഞിട്ട് അവിടെ ഇവിടെ ഇങ്ങനെ ചിക്കൻ്റെ മസാല മാത്രം വെതറിട്ടിട്ടുണ്ടായിരുന്നു ഗൈസ്. എന്താ സംഭവം എന്ന് മനസ്സിലായില്ല. പിന്നെ പിസ്സൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പിസ്സ അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു, നല്ല ചീസി ആയിരുന്നു. പിന്നെ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ലോഡഡ് ഫ്രൈസ് ചതിച്ചെങ്കിലും പിസ്സ കലക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ പ്ലേറ്റും പാത്രവും കാര്യങ്ങളൊക്കെ കാലിയാക്കിയിട്ട് ഞങ്ങൾ ഇതവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ വീട്ടിലേക്ക് പോകാനുള്ള പ്ലാനാണ് കേട്ടോ. നിങ്ങൾ കണ്ട അവിടെ മൂലക്ക് ഒരാൾ പോയി കിടക്കണത്, പിന്നെ അതവിടെ ഒരാൾ ഒളിപ്പിച്ച് വെച്ചിരുന്ന് കഴിക്കുന്നത് കണ്ട. അപ്പോൾ പ്ലേറ്റിലൊക്കെ കഴിഞ്ഞല്ലോ, അപ്പോൾ ഞാൻ അവളിൽ നിന്നെങ്ങാനും പൊക്കിയാലോ വെച്ചിട്ട് ഒളിപ്പിച്ച് വെച്ചിരുന്ന് കഴിക്കുകയാണ്. ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴേക്കും എനിക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. അപ്പോൾ അത് നമുക്ക് വഴിയെ തുറന്നു നോക്കാം. അപ്പുറത്ത് ദമ്മാൻ്റെ മരുവന് വന്നിട്ടുണ്ട്, ഇവരെ കൊണ്ടുപോകാൻ വേണ്ടി വന്നിക്കുകയാണ് ഗൈസ്. എന്താ ചെയ്യാം, ഒരു ദിവസം നിന്നിട്ട് അവർ പോയി ഗൈസ്. മരവും വന്നത് പ്രമാണിച്ച് ഉമ്മ നേരെ വന്ന ഉടനെ അടുക്കളയിൽ കണ്ടാ കയറിയേക്കണത്. അപ്പോൾ ചായ അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ അതാ മുട്ട കുറേ ഉടച്ചു വെച്ചിട്ടുണ്ട്. എന്തിനാണാവോ, മനസ്സിലായില്ലേ, ഫ്രഞ്ച് ടോസ്റ്റ് ഉണ്ടാക്കാനായിരുന്നു ഗൈസ്. പിന്നെ അതാ കുറച്ച് നക്ഷത്രമൊക്കെ വറുത്ത് കോരി വെച്ചിട്ടുണ്ട്. അപ്പുറത്തിരുന്ന് ഇവരിതാ മണക്ക് പോലെ തിന്നണുണ്ട്. ഒരുത്തി ഇതെൻ്റെ ക്യാമറൻ്റെ മുന്നിലും വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവരിതാ പോവാണ്. ഷീനുവിന് എന്താണെന്നറിയില്ല, തൊണ്ടയിൽ നിന്ന് ഇറങ്ങണില്ല തോന്നുന്നു ഗൈസ്. പോണ വിഷമ തോന്നുന്നു, പാവം. എന്താ ചെയ്യുക, മാപ്പിളിനെ കണ്ണുരുട്ടി പേടിപ്പിക്കണമൊക്കെ ഉണ്ട്. ഇവർ വന്നാൽ ഇപ്പോൾ ഒരു ദിവസം നിൽക്കാറുള്ളൂ കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഷീനു ഇപ്പോൾ പഠിക്കണുണ്ടല്ലോ, അവളിപ്പോൾ ഡിഗ്രിക്ക് ചേർന്നിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡ് ഇയർ ആയിക്കണ്. അപ്പോൾ അത് കാരണം ക്ലാസ് ഉള്ള കാരണം കൊണ്ടൊക്കെ അവളിപ്പോൾ വന്നാലും ഒരു ദിവസം നിൽക്കുള്ളൂ. പിന്നെ നമ്മളെ ലുട്ടാപ്പി ഇവിടെ കിടക്കണുണ്ട് കേട്ടോ. ലുട്ടാപ്പി ഇങ്ങനെ കിടന്ന് കളിക്കുകയാണ്. ആരെങ്കിലും അവൻ്റെ മുന്നിൽ കൂടെ പോകണ്ടോ നോക്കി കിടക്കുക കേട്ടോ, എടുക്കാൻ വേണ്ടി തുള്ളാൻ. കണ്ടില്ല, പിന്നെ കണ്ടപ്പോൾ തുള്ളണതാണ് ഇട്ടത്. അപ്പം ഞാൻ ഇടയ്ക്ക് വെച്ചിട്ട് എനിക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ ഇതാണ് കേട്ടോ സംഭവം, ഇതൊരു ഓർഗനൈസറാണ്. ഇതിൽ വേണമെങ്കിൽ നമുക്ക് മേക്കപ്പ് പ്രൊഡക്ട്സോ അല്ലെങ്കിൽ സ്റ്റേഷനറി ഐറ്റംസോ എന്തുവേണമെങ്കിലും വെക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതൊരു ആവശ്യത്തിന് വാങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ, നമുക്ക് ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ബൈ ബൈ.